എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടികൊഴിച്ചിൽ എന്നത്, പ്രത്യേകിച്ച് ലേഡീസ്. മുടികൊഴിച്ചിൽ 7 ദിവസം കൊണ്ട് എങ്ങനെ പൂർണ്ണമായി മാറ്റാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ലേഡീസിനും ജെൻസിനും ഒരുപോലെ യൂസ്ഫുള്ളായ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. പലവിധമായ കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുടികൊഴിച്ചിൽ ഉണ്ടാവാം. നമ്മൾ കാരണങ്ങളൊന്നും പറഞ്ഞില്ല, എന്ത് കാരണങ്ങൾ കൊണ്ട് സംഭവിച്ച മുടികൊഴിച്ചിലാണ് 7 ദിവസത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ മാറ്റുന്നത്. അത് എങ്ങനെ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ വിരലുകളുടെ തുമ്പ് വെച്ചിട്ട് തലമുടി നല്ലതുപോലെ നല്ലതുപോലെ മസാജ് ചെയ്യുക. രാവിലെ 100 തവണ ചെയ്യുക, വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് 100 തവണ ചെയ്യുക. എന്നാൽ കുളിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കുളി കഴിഞ്ഞ് തലമുടി ഉണങ്ങിയതിന് ശേഷം മാത്രം മസാജ് ചെയ്യുക. മസാജ് ചെയ്യേണ്ടത് തലമുടി അഴിച്ചിട്ടതിന് ശേഷം വിരലിൻ്റെ തുമ്പ് വെച്ചിട്ട് ഇങ്ങനെ എണ്ണി 1 2 3 അങ്ങനെ വെച്ചിട്ട് തല ഫുള്ള് നല്ലതുപോലെ മസാജ് ചെയ്തെടുക്കുക. ഓർക്ക് രാവിലെ ചെയ്യുക, പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ പല്ലകലമുള്ള ചീപ്പെടുക്കുക. ചീപ്പെടുത്തതിന് ശേഷം തലമുടി, അതായത് മസാജ് ചെയ്തതിന് ശേഷം 100 തവണ മസാജ് ചെയ്തതിന് ശേഷം രാവിലെയും വൈകിട്ടും കിടക്കുന്നതിന് മുമ്പ് പല്ലകലമുള്ള ചീപ്പെടുക്കുക. തലമുടി ഇങ്ങനെ കുമ്പിട്ട് വെക്കുക. എന്നിട്ട് ഇങ്ങനെ എണ്ണി 1 2 3 എന്ന് എണ്ണി തലമുടി കുമ്പിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക. ചീപ്പിടുക. ഇത് പല്ലകലമുള്ള ചീപ്പെടുക്കാൻ സൂക്ഷിക്കുക. അപ്പോൾ രാവിലെ വൈകിട്ടും തലമുടി മസാജ് ചെയ്യുക. രാവിലെ 100, വൈകിട്ട് 100. പിന്നെ തല കുമ്പിട്ട് പിടിച്ചിട്ട് പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് 100 തവണ എണ്ണി രാവിലെ വൈകിട്ടും ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നനഞ്ഞ മുടി കാറ്റടിച്ച് തന്നെ ഉണങ്ങാൻ വിടുക. അതായത് ഹെയർ ഡ്രയർ ഒന്നും ഉപയോഗിച്ചിട്ട് ഉണക്കാതിരിക്കുക. മാത്രമല്ല നനഞ്ഞ മുടി കെട്ടി വെക്കരുത്. ഇതൊക്കെ ഈ 2 പ്രൊസീജിയർ, മസാജ് ചെയ്യുക, തലമുടി ചെയ്തിട്ടും പിന്നെ ഇത് 2 പ്രൊസീജിയർ ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനമാണ്. മുടി കൊഴിച്ചിൽ കുറയാൻ പോകുന്നില്ല. ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നനഞ്ഞ മുടി കെട്ടി വെക്കാതിരിക്കുക. ഹെയർ ഡ്രയർ പോലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ നോർമലായിട്ട് തന്നെ കാറ്റടിച്ച് മുടി ഉണങ്ങാൻ പറ്റുക. മാത്രമല്ല നനഞ്ഞ മുടി കെട്ടി വെക്കാതിരിക്കുക. പിന്നെ നമ്മൾ കുളി കഴിഞ്ഞ് വന്നിട്ട് തോർത്ത് കെട്ടി വെക്കുന്ന ഒരു മലയാളികൾക്കുള്ള, അപ്പോൾ അങ്ങനെ ഒരുപാട് നേരം തോർത്ത് തലയിൽ കെട്ടി വെക്കാതിരിക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാറ്റ് കയറാതെ നനവോട് കൂടി നമുക്ക് ഫംഗസ് ഒക്കെ ഉണ്ടായി മുടി കൊഴിച്ചിൽ കൂടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല രാത്രി കിടക്കുന്നതിന് മുമ്പ് തല നല്ലപോലെ ചീവിയതിന് ശേഷം കെട്ടിവെച്ച് കിടന്നുറങ്ങും. അപ്പം ഇത്രയും ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ മുടിക്ക് വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്യുക.